ഇതെന്താ ഇത്? വെയിറ്റ്. You talk to him. ഓക്കേ. He's leaving from me, okay? Let's go. Yeah. ആശം. ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് എന്തോരം വഴിയുണ്ട്? നോക്ക് രവി, ഈ സമയത്ത് ഫോറസ്റ്റിൽ കൂടെ നടന്നു പോകുന്ന അത്ര സേഫ് അല്ല. നിങ്ങൾ രണ്ടുപേരും അകത്ത് നിന്നിരിക്കുക. ഞാനൊരു മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വരാം. Ravi, cab. എനിക്ക് എന്തോ ഈ നടക്കുന്നതെല്ലാം നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന പോലെയാ തോന്നുന്നത്. ഞങ്ങൾ എന്തിനാ അതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നത്? അതൊക്കെ നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. ബട്ട് ദിസ് ഈസ് അൺഎക്സ്പെക്ടഡ്. God. Let's go. Come. Let's go. ഹലോ, ഈ മഴയും വേണമെങ്കിൽ ഞങ്ങളുടെ പ്ലാനാണെന്ന് പറയോ? Sorry, Mr. Solomon. Actually, we had some other plans. അതൊന്നും നടക്കാത്ത കാരണം കൊണ്ട് we got little frustrated. ഐ അണ്ടർസ്റ്റുഡ്. നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് നടക്കുന്നതും നടക്കാതിരിക്കുന്നതും നിങ്ങളുടെ കയ്യിലല്ല. ഏയ്, നിങ്ങൾ വെറുതെ ഡിസപ്പോയിന്റ് ആവല്ലേ? പുറത്ത് നല്ല മഴയൊക്കെ അല്ലേ? വേണമെങ്കിൽ 2 പെക്കടിക്കാൻ വാ. ഇപ്പോഴോ? ലിക്കറാണോ? 2 അടിക്കാൻ സമയവും കാലമൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾ വാ. കം. വൺ ഓഫ് ദ ബെസ്റ്റ് സിംഗിൾ മാൾട്ട് ഇൻ ദ വേൾഡ്. എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ മൊമെന്റ് ആയിട്ട് തോന്നുമ്പോഴാണ് ഞാൻ ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്യാറ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. അതായത് ഞങ്ങൾ അത്രമാത്രം സ്പെഷ്യൽ ആണോ എന്ന്. താങ്ക് യു. കാലത്തെ അവളുടെ പെരുമാറ്റം നിങ്ങൾക്ക് അസ്വാഭാവികമായി തോന്നിയോ? ഡോക്ടർ, എനിക്ക് അവരുടെ സിറ്റുവേഷൻ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് ഷീസ് ഗോയിങ് ത്രൂ സം മെന്റൽ ബ്രേക്ക് ഡൗൺ. രവി, എക്സാക്ട്ലി. ഞങ്ങളുടെ മകൻ ഞങ്ങളെ വിട്ടു പോയതിനു ശേഷം അവൾക്ക് എൻ്റെ പഴയ ഹെലനാകാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ വരൂ. എൻ്റെ മകൻ ഫ്രാൻസിസും കാണാൻ നിന്നെപ്പോലെ തന്നെ. അവളുടെ ആ ബിഹേവിയറിന് കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നീ തന്നെ കണ്ടില്ലേ, നിന്നെ കണ്ടപ്പോൾ മുതൽ ഹെലൻ അത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന്. രവി, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നീ എപ്പോഴും ഞങ്ങളുടെ മകനായിട്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഹലോ, നിങ്ങൾ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എന്തെങ്കിലും ബോധമുണ്ടോ? ഹൗ ക്യാൻ ഐ ബി യുവർ സൺ? ഇതേ നോക്കിയേ, എനിക്കൊരു ഫാമിലി ഉണ്ട്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ഹൗ ക്യാൻ യു ഈവൻ ആസ്ക്? രവി, പ്ലീസ് ലിസൺ. രവി, ഇനി ഒരുപാട് രവി, സംസാരിക്കാൻ നിൽക്കണ്ട. please. കം ഓൺ, ലെറ്റ്സ് ലീവ്. പ്ലീസ് രവി. ഏയ് ശ്വേത, ശ്വേത, ശ്വേത. എന്താടി, നീ വല്ലാത്ത ടെൻഷനിലാണല്ലോ. രവിയെ ഞാൻ ഇന്നലെ മുതൽ വിളിച്ചോണ്ടിരിക്കുക. കോള് കണക്ട് ആവുന്നില്ല.
എന്തു പറ്റിയോ എന്തോ. അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, വല്ല റേഞ്ച് ഇല്ലാത്തടത്തായിരിക്കും. റേഞ്ച് കിട്ടുമ്പോൾ അവൻ തിരിച്ചു വിളിച്ചോളും. ലെറ്റ് ദം ഹാവ് ദെയർ ടൈം. റിലാക്സ്. കൂൾ രവി. ഇത് കണ്ടോ രവി, ശരിക്കും നോക്ക്. എത്ര സ്നേഹത്തോടെ വളർത്തിയതാണെന്ന് കണ്ടോ. 9 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് 27 വർഷം ജീവന്റെ ജീവനായി വളർത്തിയതാ. അവസാനം ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോയി. എനിക്ക് മടുത്തു. നിങ്ങൾ കാണിക്കുന്ന സ്നേഹം എനിക്ക് മതിയായി. ഇതുവരെ ഈ സ്നേഹം കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഇനി എന്നെ കൊണ്ടുപോയ നിങ്ങളോടെ കഴിഞ്ഞ എൻ്റെ ജീവിതം നാശമാകുന്നുള്ള പേടി എനിക്കുണ്ട്. എൻ്റെ തീരുമാനം ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഞാൻ ഇറങ്ങാം. ഫ്രാൻസിസ്, ഒരു നിമിഷം എന്നെ പറ്റി ആലോചിച്ച് നോക്കും മോനെ. നീ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങളോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ എനിക്കാവില്ല. ഹലോ. ഹലോ, ഹെലൻ ഉണ്ടോ അവിടെ? ഹെലൻ, ഹലോ, ഹെലൻ, അവർ സ്റ്റെല്ല ഈസ് നോ മോർ. ഹെലൻ ഒന്ന് വന്നിരുന്നെങ്കിൽ അവരുടെ മകൻ അവർ ഇട്ടിട്ട് പോയതിന്റെ ദുഃഖത്തിലാ മരിച്ചത്. പ്ലീസ് കം. ഇവൻ പോയ ദിവസം തന്നെ മരിച്ചുപോയതാ മാഡം. പക്ഷെ ബോഡി നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഇന്നാണെന്ന് മാത്രം. ഇപ്പൊ തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലാ. ഇങ്ങനെ ഒരു ഗതി ആർക്കും വരാതിരിക്കട്ടെ. ഹെലൻ, നിൽക്ക്. നമ്മുടെ മോൻ ഇങ്ങനെ ചെയ്യില്ല. തീർച്ചയായും അവൻ തിരിച്ചു വരും. പ്ലീസ് കരയാതിരിക്കെ. ഹെലൻ, കൺട്രോൾ യുവർ സെൽഫ് പ്ലീസ്. ഹെലൻ.